മച്ചൻ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് പഴവും മുട്ടയും വെച്ചിട്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കാനാവുന്നത്. അപ്പോൾ പഴം ഇങ്ങനെ കറുത്ത പഴം കണ്ടാൽ പഴം കറുത്തതല്ല, എങ്ങനെയായാലും നേന്ത്രപ്പഴം കൊടുത്താൽ ഇവർ രണ്ടാളും കഴിക്കൂല. അപ്പോൾ ഞാൻ കറുത്ത പഴം ഉള്ളതുകൊണ്ട് ഞാൻ ഇതും മുട്ടയും വെച്ചിട്ടൊരു നല്ലൊരു പലഹാരം ഉണ്ടാക്കാനാവുന്നത്. അപ്പോൾ നമുക്ക് നേരെ പലഹാരം ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ നമുക്ക് പഴം ആദ്യം തന്നെ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് പഴമെല്ലാം കട്ട് ചെയ്തെടുക്കാം. കറുത്തതാണ്, പക്ഷേ നല്ല മധുരം ഉണ്ടാവും. കറുത്ത പഴം നല്ല മധുരം ഉണ്ടാവും. പക്ഷേ പഴം എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടാക്കും എന്തോ ഒരു ഇതാണ്, പഴം കഴിക്കുകയില്ല. നമുക്ക് നേർങ്ങനെ മുറിച്ചെടുക്കാം. നല്ലോണം പഴുത്തിന് കൊണ്ട് അടിഞ്ഞു പോകുന്ന പോലെയുണ്ട്. ഇതുപോലെ നൈസായിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ ഞാൻ നീളക്കനെയാണ് മുറിക്കുന്നത്. വട്ടക്കനെ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. നീളക്കനെ ആകുമ്പം അങ്ങനെ പാനിൻ്റെ അകത്ത് അങ്ങനെ വെക്കാല. നീളക്കനെ മുറിക്കാം. അപ്പോൾ പഴം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസായിട്ട് ഇതേപോലെ ഞാൻ നൈസായിട്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മുട്ട പൊട്ടിച്ചിട്ട് പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് അടിച്ചു വെക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. പഴം മുറിച്ചിട്ട് കിട്ടേണ്ട ഇതേ ഉള്ളൂ. പഴം മുറിച്ചിതും അടിച്ചെടുക്കണം. മുട്ട അടിച്ചെടുക്കണം നല്ലോണം. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം. 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. 2 ഏലക്കായ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ച് വെച്ച പഞ്ചസാര ഏലക്കായി നമുക്ക് ഈ മുട്ടേൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം. നമ്മൾ സ്പൂണിനെ കൊണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ മതി. മിക്സിയിലകത്ത് ഇട്ടിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് വെച്ചിട്ട് നെയ്യ് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഫുള്ളും കവർ ചെയ്തിട്ട് വെക്കണം. പിന്നെ പാന് ഫുള്ളും കവർ ചെയ്തിട്ടുണ്ടാകും. നല്ലോണം പഴുത്തതായതുകൊണ്ട് എടുക്കുമ്പോൾ തന്നെ ചീവുണ്ട്. പഴം നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചിട്ട് പഞ്ചസാരയും ഏലക്കായ ഇട്ടിട്ട് കലക്കി വെച്ച് മുട്ട നോക്കിയതിൻ്റെ മേലയിൽ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പഴം തിന്നാത്ത കുട്ടികളുണ്ടെങ്കിൽ പഴം തിന്നിക്കാൻ പറ്റിയൊരു സൂത്രം ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. മുട്ട ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് മേളിൽ പൊത്തി കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടിമറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഭാഗം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളെ പലഹാരമായിട്ടുള്ളത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളെ മുട്ടയും പഴവും കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മുറിച്ചെടുക്കാം. പഴം തിന്നാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ പ്ലേറ്റ് കാര്യമാണെന്ന് പറയില്ല. ചെറിയ പണിയേ ഉള്ളൂ, അത്ര വലിയ പണിയൊന്നുമില്ല. വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്.
അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.